വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മുതിർന്ന പൗരന്മാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു ക്യാമ്പയിന് ഇന്ന് ബഹുമാന്യമായിട്ടുള്ള ടി.കെ. നായർ IAS അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 100 രൂപ ചലഞ്ച് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത്. ആ 100 രൂപ ഓൺലൈനായി നൽകുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. നമസ്കാരം. വയനാട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കായി 100 രൂപ ചലഞ്ചുമായി എത്തിയിരിക്കുകയാണ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം. ഈ 100 രൂപ ചലഞ്ച്, ഈ ഒരു പണം എത്തിച്ചേരുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ്. വയനാടിനൊപ്പം വട്ടിയൂർക്കാവ് എന്ന ആപ്തവാക്യത്തോടു കൂടിയാണ് ഈ ഒരു ചലഞ്ച് ആരംഭിച്ചിരിക്കുന്നത്. ഓൺലൈനായാണ് ഈ ഒരു സംഭാവന നൽകാൻ സാധിക്കുക. കേരളം നേരിട്ട ഏറ്റവും വലിയ ഒരു ദുരന്തകാലത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ഏതാണ്ട് 220-ലധികം വരുന്ന മനുഷ്യജീവനുകൾ കവർന്നെടുക്കപ്പെട്ട ഒരു ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ ആ ദുരന്തത്തിൽ അകപ്പെട്ട വയനാട് ജനതയ്ക്കൊപ്പം നമ്മളെല്ലാവരുമുണ്ട് എന്നുള്ളൊരു സന്ദേശം നമ്മൾ തിരുവനന്തപുരത്ത് നൽകുകയാണ്. വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മുതിർന്ന പൗരന്മാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു ക്യാമ്പയിന് ഇന്ന് ബഹുമാന്യമായിട്ടുള്ള ടി.കെ. നായർ IAS അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞത് 100 രൂപ എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. അത് വട്ടിയൂർക്കാവിലെ എല്ലാ വീടുകളിലേക്കും നേരത്തെ പ്രളയ സന്ദർഭങ്ങളിൽ നമ്മോടൊപ്പം തിരുവനന്തപുരത്തിലെ നിരവധി ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാർ നമ്മുടെ കേരളത്തിലെ മുഴുവൻ വീടുകളിലേക്കും ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്നതിന് വേണ്ടി തയ്യാറായി വന്നതാണ്. ആ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ഈ ക്യാമ്പയിൻ്റെ പുറകിലും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാധനങ്ങൾ കളക്ട് ചെയ്യേണ്ടതില്ല എന്നറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 100 രൂപ ചലഞ്ച് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത്. ആ 100 രൂപ ഓൺലൈനായി നൽകുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ബഹുമാനപ്പെട്ട ടി.കെ. നായർ സാർ ഇന്നിപ്പോൾ അതിൻ്റെ ഔപചാരികമായിട്ടുള്ള തുടക്കം ഇവിടെ നിന്ന് നൽകുകയാണ്. അദ്ദേഹം 1 ലക്ഷം രൂപ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു നല്ല മനസ്സ് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. നാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിൽക്കുന്ന ഏറ്റവും നല്ലൊരു മനസ്സുകൂടി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തിരുവനന്തപുരത്തെ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട്. അത് പണ്ട് കാലങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വയനാടിനൊപ്പം വട്ടിയൂർക്കാവ് എന്നുള്ളൊരു ക്യാമ്പയിൻ ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ടി.കെ. നായർ സാറ് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയാണ്. വയനാടിനോടൊപ്പം വട്ടിയൂർക്കാവ് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞത് അന്വർത്ഥമാക്കത്ത രീതിയിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ എല്ലാ നിവാസികളും ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ സഹായം ഈ ദുരിതം അനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സന്ദർഭമാണിത്. എല്ലാവരും ഇതിൽ പങ്കെടുക്കുമെന്നും ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്ന് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും അവസാനത്തിൽ മുഖ്യമന്ത്രിയുടെ ആഗ്രഹപ്രകാരം നമ്മൾ ദുരിതാശ്വാസത്തിനുള്ള ആർട്ടിക്കിൾസ് അല്ല കളക്ട് ചെയ്യുക, അതിന് പകരമായിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ്. കാര്യം കോടിക്കണക്കിന് രൂപയുടെ ചിലവ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. അത് ഇമ്മീഡിയറ്റായിട്ട് ആളുകളെ കണ്ടുപിടിക്കുക, തിരഞ്ഞുപിടിക്കുക ഉള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ ആ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പുനരുദ്ധാരണത്തിനുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധയോടും വളരെയധികം താല്പര്യത്തോടും കൂടി ചെയ്യേണ്ടതാണ്. അതിലെല്ലാം പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ വട്ടിയൂർക്കാവിലെ നമുക്കെല്ലാം പങ്കുചേരാൻ നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഈ ഏറ്റവും നല്ല കാര്യത്തിന് ഏറ്റവും വലിയ അഭിനന്ദനങ്ങൾ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിക്കാനുള്ള സമയമല്ല ഇത്. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. അതിൽ നമുക്കെല്ലാം ഏത് തരത്തിൽ പങ്കുചേരണമെന്നറിയില്ല. കാര്യം മരിച്ചുപോയ ആളുകളും അവരുടെ കുടുംബത്തിനുമുള്ള പ്രശ്നങ്ങളും അവരുടെ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞ്
വെക്കാമെന്നേ ഉള്ളൂ. അത് നമുക്ക് വേറെ രീതിയിൽ ഷെയർ ചെയ്യാൻ സാധിക്കില്ല, അത് അവർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളാൽ കഴിയുന്നത് ചെയ്യുക. വട്ടിയൂർക്കാവിലെ MLAയ്ക്കും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവരുടെയും കൂടെ ഞാനുമുണ്ട്. എല്ലാ സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുക. അത് ഏറ്റവും എന്താ പറയുക, മനുഷ്യ സ്നേഹത്തിനുള്ള പ്രകടനമാണ്. അതിൽ നമുക്ക് കേരളത്തിലെല്ലാ ജില്ലകളിലെ മുന്നിൽ, എല്ലാ പ്രദേശങ്ങളുടെയും മുന്നിൽ വട്ടിയൂർക്കാവ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് ഞാൻ വളരെ പ്രായമായ മനുഷ്യനാണ്, എന്നെക്കൊണ്ട് അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കൂടെ വരുന്നതിൽ തന്നെ പിന്നെ എന്താ പറയുക, അത് തന്നെ ഒരു നല്ല കാര്യമാണ്. നിർഭാഗ്യവശാൽ അത് ഞാനിപ്പോൾ അതിന് മുതിരുന്നില്ല. പക്ഷേ ഒരിക്കൽ കൂടി പ്രശാന്തിനും പിന്നെ നമ്മളുടെ മുനിസിപ്പൽ കൗൺസിലർ, പഴയ കൗൺസിലർ എല്ലാവരും ഇതിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഇവരൊക്കെ എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. വളരെ മാതൃകാപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിലപ്പുറം, ഡ്യൂട്ടിക്ക് അപ്പുറം പോയി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അവരെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഒരിക്കൽ നമ്മളുടെ ദുഃഖം അനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾ, അവരുടെ ദുഃഖം അവർക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ടോക്കണായിട്ട് പറയുകയും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെയും അതുകൂടാതെ സന്നദ്ധ സംഘടനകളും എല്ലാം തന്നെ അവശ്യ സാധനങ്ങളും എല്ലാം തന്നെ വയനാട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ ലോകത്തെമ്പാടും തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എല്ലാ സംഘടനകളും പ്രായഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാ രീതിയിലും മനുഷ്യർ ഒത്തൊരുമിച്ച് വയനാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.